കുടുംബം സമൂഹത്തിൻ്റെ അടിസ്ഥാന കോശമാണെന്നും കുടുംബം പോകുന്ന വഴിയിലൂടെയാണ് വ്യക്തികളും സമൂഹവും സഭയുമെല്ലാം പോകുന്നതെന്നതിനാൽ കുടുംബജീവിതത്തെയും വൈവാഹിക ജീവിതത്തെയും ശക്തിപ്പെടുത്തുക എന്നതാണ് സഭയുടെ ഈ കാലഘട്ടത്തിലെ ദൗത്യം. വീട്ടിൽ മൊട്ടിടുന്നതേ നാട്ടിൽ പൂവിടൂ, വീടാണ് വിദ്യാലയം, വീടാണ് പ്രഥമ ദേവാലയം എന്ന് പറയാറുണ്ടല്ലോ. ജീവിതത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും ഉയർച്ചയും കുടുംബത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 38-39 തിരുവചനങ്ങളാണ്. അതിപ്രകാരമാണ്: മരണത്തിനോ ജീവനോ, ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ, ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ, ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, നല്ല ബന്ധങ്ങളാണ് ജീവിതത്തിന് സൗന്ദര്യം നൽകുന്നതെന്ന്. പ്രത്യുപകാരം പ്രതീക്ഷിക്കാത്ത നിഷ്കളങ്കമായ സ്നേഹം, എത്ര സ്നേഹിക്കുമ്പോഴും ഓരോരുത്തർക്കും അവരവരുടേതായ ഇടം നൽകുന്ന, വിട്ടുവീഴ്ച ചെയ്യുന്ന, ചിലപ്പോഴെങ്കിലും തോറ്റുകൊടുക്കുന്ന, പരസ്പര വിശ്വാസമുള്ള, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രാപ്തമായി കൈകാര്യം ചെയ്യുന്ന സ്നേഹമാണ് കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 38-39 സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ ഉറച്ചിരിക്കുക എന്ന ആഹ്വാനമാണ് ഇവിടെ നമുക്ക് നൽകുന്നത്. കുടുംബജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത കണ്ടെത്തുക എന്നത് തന്നെ. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട് ഇണയായി തുണയായി സ്ത്രീയെ സൃഷ്ടിച്ചു. അവർ ഇരുവരും ഒരു ശരീരമായി തീരും എന്ന് കൽപ്പിച്ചു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്നുള്ള നിത്യനിയമത്താൽ അതിനെ ഉറപ്പിക്കുകയും ചെയ്തു. സഭയും ക്രിസ്തുവുമായുള്ള ബന്ധം പോലെ സ്നേഹത്തിൻ്റെ, സഹനത്തിൻ്റെ, ത്യാഗത്തിൻ്റെ ആത്മാവാണ് കുടുംബ ബന്ധങ്ങളെയും പൂർണ്ണമാക്കുന്നത്. എന്നെ സ്നേഹിക്കുവാൻ ഒരു വ്യക്തി എന്നതിനേക്കാൾ എനിക്ക് സ്നേഹിക്കുവാൻ ദൈവം ദാനമായി നൽകിയ ജീവിത പങ്കാളി എന്ന ബോധ്യമാണ് നമുക്ക് വേണ്ടത്. വാങ്ങുന്ന സ്നേഹത്തെക്കാൾ ഉപരി നൽകുന്ന സ്നേഹത്തിനാണ് ഇവിടെ ആധിപത്യം. ദൈവം സ്നേഹമാണെങ്കിൽ ദൈവം സ്ഥാപിച്ച കുടുംബത്തിൻ്റെ അടിസ്ഥാനവും സ്നേഹം തന്നെയാണ്. അതുകൊണ്ട് സ്നേഹം കാത്തുസൂക്ഷിക്കുകയും വെളിപ്പെടുത്തുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് കുടുംബത്തിനുള്ളത്. സ്റ്റീഫൻ കോവെ എന്നൊരു ഗ്രന്ഥകാരനുണ്ട്. അദ്ദേഹം കുടുംബത്തെ നിർവചിക്കുന്നത് വി എക്സ്പീരിയൻസ്, നമ്മൾ അനുഭവം, അഥവാ വി മെൻറ്റാലിറ്റി, നമ്മൾ മനോഭാവം എന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മറ്റൊരാളുടെ സന്തോഷം എൻ്റെ സന്തോഷമായി തീരുന്ന സാഹചര്യത്തിൽ നീ ഞാൻ എന്ന ഭാവത്തിൽ നിന്നും നാം നമ്മൾ എന്ന അനുഭവത്തിലേക്ക് വളരുക എന്നതാണ്. ശരിയായ ഒരു കുടുംബ സംസ്കാരം ഈ നമ്മൾ സംസ്കാരമാണ്. ഇവിടെ നമ്മുടെ ചിന്തകൾക്കായി 2 കുഞ്ഞു ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമതായി, കുടുംബം വ്യക്തികളുടെ കൂട്ടായ്മ. കുടുംബം വ്യക്തികളുടെ കൂട്ടായ്മ. വലിയ വീട് പണിതത് കൊണ്ടോ അതിൽ കുറേ പേർ ഒന്നിച്ച് താമസിച്ചത് കൊണ്ടോ മാത്രം കുടുംബമാകുന്നില്ല. കുടുംബം സവിശേഷമായ രീതിയിൽ വ്യക്തിബന്ധങ്ങളുടെ കൂട്ടായ്മയാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കുടുംബം ഒരു സ്നേഹ സമൂഹമാണ്. സാധാരണ പറയാറുണ്ട്, ഹൗസസ് ആർ ബിൽറ്റ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ബ്രിക്സ്, whereas homes are built of human hearts. വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കല്ലും തടിയും ഒക്കെ കൊണ്ടാണെങ്കിൽ കുടുംബമുണ്ടാകുന്നത് മനുഷ്യഹൃദയങ്ങൾ ചേരുമ്പോഴാണ്.
മാതാവും പിതാവും മക്കളും ഒരു വീട്ടിലുണ്ട് എന്നതുകൊണ്ട് മാത്രം കുടുംബം രൂപീകൃതമാകുന്നില്ല. പരസ്പര സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, വളർത്തപ്പെടലിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, പങ്കാളിത്തത്തിൻ്റെ സ്ഥലമായി മാറുമ്പോഴാണ് കുടുംബം രൂപീകൃതമാകുന്നത്. യൂറോപ്യൻ നാടുകളിൽ ഇന്ന് വ്യക്തി കേന്ദ്രീകൃത ജീവിതം രൂപപ്പെട്ടിരിക്കുകയാണ്. കുടുംബ കേന്ദ്രീകൃത ജീവിതശൈലി അവിടെ പാടെ നഷ്ടമായിരിക്കുന്നു. അത്തരമൊരു സംസ്കാരം നമ്മുടെ നാട്ടിൽ വരാതെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. കുടുംബത്തെ ഈടുറ്റതാക്കുന്നത് പവിത്രമായ 2 ബന്ധങ്ങളാണ്: വൈവാഹിക ബന്ധവും രക്തബന്ധവും. ഈ 2 ബന്ധങ്ങളും ഉടലെടുക്കുകയും വളരുകയും ചെയ്യുന്ന ഒരു വേദിയാണ് കുടുംബം. കുടുംബ കൂട്ടായ്മയുടെ ആദ്യ രൂപം ദാമ്പത്യ കൂട്ടായ്മയാണ്. ദാമ്പത്യവും കുടുംബവും, മാരേജ് ആൻഡ് ഫാമിലി, പരസ്പര പൂരകങ്ങളാണെങ്കിലും അവ ഒന്നല്ല, 2ആണ്. വിവാഹത്തിലൂടെ ഉടലെടുക്കുന്ന ഭാര്യയും ഭർത്താവും മാത്രം ചേരുന്നതാണ് ദാമ്പത്യം. കുടുംബം കുറെ കൂടെ വിശാലമാണ്. ദമ്പതികൾ, മക്കൾ, മാതാപിതാക്കൾ എന്നിവർ കൂടെ അതിൽ ഉൾപ്പെടുന്നു. ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? കുടുംബത്തിനാണോ ദാമ്പത്യത്തിനാണോ? സംശയമില്ല, ദാമ്പത്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഉറപ്പുള്ള ദാമ്പത്യം എവിടെയുണ്ടോ അവിടെ ഉണർവുള്ള കുടുംബങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നത് തന്നെ. വിശുദ്ധ ബൈബിളിൽ ദൈവം മനുഷ്യന് നൽകുന്ന ആദ്യത്തെ അനുഗ്രഹമാണ് ദാമ്പത്യം. ഉൽപ്പത്തി എഴുതിയ പുസ്തകം 1-ാം അധ്യായം 17-18 വാക്യങ്ങളിൽ, ആദ്യ മനുഷ്യന് ഏകാന്തത തൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായതിനാൽ ചേർന്ന ഇണയെ നൽകി ദൈവം ദാമ്പത്യത്തെ സ്ഥാപിച്ചു. ദൈവപദ്ധതിയിൽ ദാമ്പത്യം പരിഹാരവും സൗഖ്യവുമാണ്. എവിടെയൊക്കെ ദാമ്പത്യം ദമ്പതികൾക്ക് പരിഹാരവും സൗഖ്യവുമാണോ അവിടെ കുടുംബങ്ങൾ വളരുന്നുണ്ട്. തങ്ങൾക്ക് തന്നെ സൗഖ്യാനുഭവവും പ്രശ്നപരിഹാരവുമാകാത്ത ദാമ്പത്യം നയിക്കുന്നവർ കുടുംബം പടുത്തുയർത്താൻ മണലിൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന അവിവേകിയെ പോലെയാണ്. ലേഖനങ്ങൾ വായിക്കുമ്പോൾ യേശുവും സഭയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് വിവാഹത്തെ സങ്കല്പിച്ചിരിക്കുന്നത്. യേശു സഭയെ സ്നേഹിക്കുകയും അവൾക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹസമർപ്പണമാണ് വിവാഹം. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം: സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിവാഹബന്ധം ലോകത്തിൽ ദൈവസാന്നിധ്യത്തിൻ്റെ തന്നെ ഒരു അടയാളമാണ്. ഭാര്യാഭർത്തൃബന്ധത്തിൽ സമ്പൂർണതയുള്ള സ്നേഹബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയിൽ ചിലത് ഞാൻ പങ്കുവയ്ക്കാൻ താല്പര്യപ്പെടുന്നു. ആദ്യം ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ളവരുണ്ട്. ജീവിത പങ്കാളിയോട് ഒന്നും തന്നെ ആലോചിക്കാറില്ല. അവർ സ്വയം കാര്യങ്ങൾ തീരുമാനിക്കും. ഉദാഹരണത്തിന്, വീട്ടിൽ വാങ്ങുന്ന സാധനങ്ങളാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, അവർ സ്വന്തമായി തീരുമാനിച്ച് നടത്തും. ചിലർ ബിസിനസ് മൈൻഡഡ്. എങ്ങനെയും 10 കാശുണ്ടാക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. എല്ലാറ്റിനും ഒരു ലാഭദൃഷ്ടി. പണത്തിനും സമ്പത്തിനും മാത്രം പ്രാധാന്യം കൊടുത്താൽ പിന്നെ ബന്ധങ്ങൾക്കും സ്വന്തങ്ങൾക്കും സ്ഥാനം എന്താണ് ലഭിക്കുന്നത്? അടുത്ത കൂട്ടർ കോപിഷ്ടർ. ഇക്കൂട്ടർ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം അരിശക്കാരാണ്. മൂക്കത്താണ് ഇവരുടെ ചുണ്ടി. ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും ഇവരോട് സംസാരിക്കാൻ പറ്റില്ല. ഇനി മറ്റൊരു കൂട്ടർ ഉത്തരവാദിത്വമില്ലാത്തവർ, നോൺ ഇൻവോൾവിങ്. ഒരു പഴഞ്ചൊല്ലുണ്ട്: പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങുകയില്ല. എന്തൊക്കെ സംഭവിച്ചാലും കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറി നിൽക്കുക തന്നെ ഇക്കൂട്ടർ ചെയ്യും. അടുത്തതായി, മദ്യപാനികളും മർദ്ദകരുമുള്ള വീടുകളാണ് നരകതുല്യമായി മാറുന്നത്. ഇനി ഭാര്യമാരുടെ കാര്യത്തിലുണ്ട് ചെറിയ പോരായ്മകൾ. വർക്കഹോളിക് വൈഫ്,
പ്രഭാതം മുതൽ രാത്രി വളരെ വൈകി പോലും ജോലിയിൽ ജീവിക്കുന്നവർ. ജീവിക്കാൻ ജോലി ചെയ്തേ പറ്റൂ, പക്ഷേ ജോലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അവസ്ഥ വന്നാലോ? ബ്ലെയിമിങ് വൈഫ്, മക്കളുടെ കാര്യത്തിലായാലും ഭർത്താവിൻ്റെ കാര്യത്തിലായാലും എന്തിനും ഏതിനും കുറ്റം മാത്രം കാണുന്നവർ. അടുത്തതായി മിസ്റ്റർ വൈഫ്. ഇക്കൂട്ടരുടെ പ്രത്യേകത, കുടുംബനാഥൻ ചെയ്യേണ്ട കാര്യങ്ങളും ഭാര്യ ചെയ്യേണ്ട കാര്യങ്ങളും അവർ ഒരുമിച്ച് ഏറ്റെടുത്തങ്ങ് നടത്തും. ഇതൊക്കെയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന ചില പോരായ്മകൾ. രണ്ടാമത്തെ പോയിന്റ്, കുടുംബം ഒരു ഗാർഹിക സഭ. ഒന്നാമതായി നാം ചിന്തിച്ചത് കുടുംബം വ്യക്തി ബന്ധങ്ങളുടെ കൂട്ടായ്മ. 2, കുടുംബം ഒരു ഗാർഹിക സഭ. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ആദിമസഭ വീടുകളിലാണ് ആരംഭിച്ചത്. സഭാപിതാക്കന്മാർ കുടുംബത്തെ ഗാർഹിക സഭ എന്ന് പോലും വിളിച്ചിരുന്നു. ഒരു സഭയുടെ ഒരു ചെറിയ പതിപ്പാണ് കുടുംബം എന്ന് പറയാം. കുടുംബത്തെ ഗാർഹിക സഭ എന്ന് വിളിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്നാമതായി, വിശുദ്ധി ക്രൈസ്തവ കുടുംബത്തിൻ്റെ മുഖമുദ്രയായി മാറണം. രണ്ടാമതായി, പ്രാർത്ഥനയിലും ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലും കുടുംബം വളരണം. മൂന്നാമതായി, മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ശരീരം മുറിക്കുകയും രക്തം ചിന്തുകയും ജീവൻ നൽകുകയും ചെയ്ത യേശുവിനെ പോലെ ഓരോ കുടുംബാംഗങ്ങളും മറ്റുള്ള കുടുംബാംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി യേശുവിൻ്റെ നിലപാട് സ്വീകരിക്കണം. നാലാമതായി, കുടുംബം ഒരു ആരാധന സമൂഹമായി വളരണം. സമൂഹത്തിലെ ഏറ്റവും ചെറിയ ആരാധന സമൂഹമാണ് കുടുംബം. മുമ്പ് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ഈ ആരാധന സമൂഹം താരതമ്യേന വിപുലമായിരുന്നു. അതായത് വാർദ്ധക്യത്തിലുള്ള കുടുംബകാരണവർ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ വിളിച്ചു കൂട്ടിയിരുത്തി ആത്മീയ ഗീതങ്ങളും വേദപുസ്തക വായനയും പ്രാർത്ഥനയും ഒക്കെ നയിച്ചിരുന്നു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പേ വീട്ടിലെത്തണം എന്നുള്ളത് കുടുംബങ്ങളിലെ അന്നത്തെ ഒരു നിയമം തന്നെയായിരുന്നു. സ്വന്തം നാടും വീടും വിട്ട് പഠനവും ജോലിയും എന്ന ആധുനിക കാലം വരുന്നതുവരെ ഈ നിയമം കുടുംബത്തിൽ പാലിച്ചിരുന്നു. ആരാധന ഗീതങ്ങളും ബൈബിൾ വചനങ്ങളുമൊക്കെ തലമുറകൾക്ക് കൈമാറിയത് ഈ കുട്ടിക്കൂട്ടായ്മകളിലൂടെയായിരുന്നു. വളർന്നു വരുന്ന തലമുറകൾക്ക് വിശ്വാസ മൂല്യങ്ങൾ മുഴുവനായും പങ്കിടാൻ കുടുംബ ആരാധനകൾ വഴി സാധിച്ചിരുന്നു. ഇനിയും സാധിക്കട്ടെ. കുട്ടിക്കാലത്ത് എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് മനോഹരമായ ഒരു ഇംഗ്ലീഷ് പ്രെയർ സോങ് ഉണ്ട്. അതിപ്രകാരമാണ്: Bind us together, Lord, bind us together with cords that cannot be broken. Bind us together, Lord, bind us together with love. There is only one God. There is only one King. There is only one body. That is why we sing. Bind us together, Lord, bind us together with cords that cannot be broken. Bind us together, Lord, bind us together with love. ദൈവസ്നേഹത്തിൽ ഉറച്ചിരിക്കാൻ 2 കാര്യങ്ങൾ നിർബന്ധമായും ഉണ്ടാകണം. 1, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ ദൃഢമാകണം. 2, കുടുംബങ്ങൾ ആരാധനയിൽ വളരണം. ഈ കുടുംബവാര ആഘോഷത്തിലൂടെ ഇത്തരമൊരു സമർപ്പണത്തിൽ വളരാൻ നമ്മുടെ കുടുംബങ്ങളെ ദൈവം സഹായിക്കട്ടെ. ആമേൻ.